വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ഇക്കാക്കില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇൻട്രോ പറഞ്ഞതാ. അപ്പോൾ ഗൈസ്, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വ്ളോഗായിരുന്നു. ആ വ്ളോഗിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ എടുത്തു, അവിടെ നിന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തു, എഡിറ്റ് ചെയ്തു, അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അപ്ലോഡ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ വീഡിയോ കാണുന്നില്ല, വീഡിയോ ഫോണിലും കാണുന്നില്ല, അപ്ലോഡ് ചെയ്ത യൂട്യൂബിലും കാണുന്നില്ല. അപ്പോൾ പണി കിട്ടിയില്ലേ, പാർട്ട് 1 പോയി. പക്ഷേ പാർട്ട് 2 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മളിന്നൊരു കിടക്കാറ്റി സാധനം അൺബോക്സ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാധനം വരട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇതിലെന്താ നസീവിനെ അറിയോ? എന്താ? അപ്പോൾ മോൺസ്റ്റർക്കാർ വരുന്നു പറഞ്ഞിട്ട് മെസ്സേജ് വന്നായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വരേണ്ട സമയത്ത് വരും. മിസ്സബ് എന്റെ പേരിലാണ് വന്നിരിക്കുന്നത്, എൻ്റെ പേരിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അഡ്രസ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്ലേഡ് വേണം. അപ്പോൾ ഈ ബ്ലേഡിനെ കൊണ്ട് നമുക്കിത് കട്ട് ചെയ്യാം. അതുകൊണ്ട് മെല്ലെ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും പൊട്ടാൻ സാധ്യതയുണ്ട്. പണി കിട്ടും അല്ലേ? ഇതാണ് നമ്മുടെ കാർ. ഇതിൽ ഏതാ കാർ എന്നൊന്നും അറിയില്ല. കളർ ഇതാണോ അതാണോന്നും അറിയില്ല. ഇതാ ഞാൻ പറയുന്ന ഈ പച്ച. നോക്കാം. അപ്പോൾ നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇത് ഇവിടെ ഇത് തുറന്നിട്ടുണ്ട്. അസി പറഞ്ഞു ശരിയാട്ടാ. അപ്പോൾ നമ്മൾ ആദ്യം കിട്ടുന്നത് നമ്മൾ ഒരു ആദ്യം നമുക്കൊരു ബാറ്ററി കിട്ടുന്നുണ്ട്. ഇതിൽ ഒരു ചുവന്ന ലൈറ്റ് കത്തുന്ന ഒരു സംഭവം ഉണ്ട്. പക്ഷെ ബാറ്ററി ഇടണ്ടെന്ന് തോന്നുന്നു. ബാറ്ററി ഇടേണ്ട സ്ഥലമുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇതെങ്ങനെ പ്രവർത്തിക്കാമെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ഏതായാലും നോക്കാം. ഏതായാലും നമുക്ക് അടുത്ത കാർ എടുക്കാം. ഇതാണ് നമ്മുടെ കാർ. അതെങ്ങനെയാ ഡിസൈൻ? ഇവിടെ ലൈറ്റ്. ഇതാണ് നമ്മുടെ ഓഫ് റോഡ് കാർ. ഇത് ഫ്രണ്ട് രണ്ട് ഭാഗത്ത് മോട്ടർ കാണുന്നുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു 2 ഓടുന്നതാണ്. ഇവിടെയും ബാറ്ററി ഇടുന്നതുണ്ട്. ഇതിന്റെ ബാറ്ററി ഇതിലുണ്ട്. അപ്പോൾ ഇത് 2 ടയർ ഓടുന്നാണ് എനിക്ക് തോന്നുന്നത്. 2 ടയറും. ഇതാണ് ബാറ്ററി. ഇതാണ് ഈ കാറിന്റെ ബാറ്ററി. നമുക്ക് നോക്കാം ഇത് കാറിന്റെ ആണോ റിമോട്ടിന്റെ ആണോ എന്നറിയില്ല. ഏതായാലും നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഇത് കാറിന്റെ ആണെന്ന്. അപ്പൊ ഇതാണ് ബാറ്ററി. അപ്പൊ ഇത് ബാറ്ററിക്ക് ചാർജ് ചെയ്യുന്ന അഡാപ്റ്റർ ആണ്. ഇതാണ് അഡാപ്റ്റർ. ഇത് ചാർജ് കിട്ടുന്നതാണ്. ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. അഡാപ്റ്റർ എന്ന് വെച്ചാൽ ചാർജ് ചെയ്യുന്ന സംഭവം. ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കുറച്ച് സമയം ചാർജ് കുത്തിയിട്ട് വരാം. അപ്പോൾ ഗൈസ് ചാർജ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രൂ ഡ്രൈവറും കൂടി വേണം. വരട്ടെ. അപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവറിന് നമുക്ക് ഫസ്റ്റായിട്ട് നമ്മുടെ റിമോട്ടിൻ്റെ ബാറ്ററി ഏതാണെന്ന് നോക്കാം. ബാറ്ററി ഇടേണ്ട ഏത് ബാറ്ററി ആണെന്ന് നോക്കാം. അപ്പോൾ ഇതിലെത്ര ബാറ്ററി ഉണ്ട്? 2. അസീഫ് പറഞ്ഞാൽ ശരിയാണ്. 2 ബാറ്ററി ഇടണം. എനിക്ക് തോന്നുന്നത് ഒരു ക്ലോക്കിൻ്റെ സൈസ് ബാറ്ററിയാണ്. അത്ര ഒരു വലിപ്പമൊക്കെ അനുസരിച്ച് ക്ലോക്കിനനുസരിച്ചുള്ള ബാറ്ററിയാണ്. ക്ലോക്കിന് നമ്മൾ സാധാരണ എടുത്ത ബാറ്ററി അതാണ്. അപ്പോൾ ബാറ്ററി ഒന്നൊന്നായിട്ട് വരട്ടെ. നമ്മുടെ ബാറ്ററി വന്നിട്ടുണ്ട്. ഇനി ബാറ്ററി നമുക്ക് കണക്ട് ചെയ്യാം. നമ്മൾ ബാറ്ററിയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രവർത്തിക്കുമോ നോക്കാം. ഇവിടെ ചുവന്ന ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഈ റിമോട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഏതായാലും നമുക്കിതൊന്ന് കൂട്ടാം. അയ്യോ, ഇതിൻ്റെ സ്ക്രൂ കൊടുത്തു. Where is the screw? Screw is missing. സ്ക്രൂ ഇത് മാഗ്നറ്റ് ആയി ഞാൻ മറന്നുപോയി. മാഗ്നറ്റ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്ക്രൂ ഡ്രൈവർ മാഗ്നറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മോട്ടർ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമ്മുടെ കാറൊന്ന് നോക്കാം. അതാണ്
കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ഓഫ് റോഡിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതും കൂടി ഒന്ന് ഊരാം. അപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ 4 സ്പ്രിങ് ആണ്, 2 മോട്ടറാണ്. ഇവിടെ ഫ്രണ്ടിലത്തെ ടയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇരിക്കുന്ന ഒരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റൈറ്റ് വേണമെങ്കിൽ റൈറ്റിലേക്കും ലെഫ്റ്റ് വേണമെങ്കിൽ ലെഫ്റ്റിലേക്കും തിരിക്കാനുള്ളൊരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റിമോട്ടിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യേണ്ടത് ഇവിടെയാണ്, കണ്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. അഡാപ്റ്ററിൽ ഉള്ള പോലത്തെ ഒരു സംഭവമാണ് ഇവിടെയും വരുന്നത്. അഡാപ്റ്റർ വരുന്ന പോലത്തെ ഒരു സംഭവമാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഒത്തിരി പറ, ഒന്നും കേൾക്കുന്നില്ല. എന്നാ മെല്ലെ പറ. കുറച്ചൊത്തിരി പറ, കേൾക്കുന്നില്ല. പറ. മറ്റേ വീഡിയോ ഇട്ടാലോ? സ്വിമ്മിംഗ് പൂളിൽ വെള്ളം നിറച്ചിട്ടില്ലേ, അല്ലെങ്കിൽ തന്നെ കൊറോണ, അതിന്റെ അപ്പുറം കൂടി ഷിഗല്ല എന്ന് പറഞ്ഞ വേറൊരു രോഗം കൂടി വന്നു. ഏതായാലും ഓക്കെ. നമ്മൾ ബാറ്ററി ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് സ്ക്രൂ ഇടുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് പ്രവർത്തിക്കാൻ നോക്കാം. ഇത് ബാക്ക് ടയർ മാത്രമേ ഓടൂ. ഫ്രണ്ട് ടയർ വളക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് ഈ സംഭവമാണ് വളക്കുന്നത്. ഏതായാലും നമുക്കിനി സ്ക്രൂ ഇട്ട് കൊടുക്കാം. ഇന്നല്ല, കുറച്ച് ദിവസം. നമ്മുടെ ഫോണിലല്ലോ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫോൺ വന്നിട്ട് നമുക്ക് ഇടാം. ബാക്കിലേക്ക് ഫ്രണ്ടിലോട്ടും. അപ്പൊ നമുക്ക് ഏതായാലും ഇതിന്റെ കുറച്ച് ഓടുന്ന വിഷ്വൽസ് കുറച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ കാണുന്ന ഈ നിരങ്ങനെ വെച്ച് ഈ കല്ല് നമ്മൾ ഓഫ് റോഡ് കയറ്റാൻ പോവാണ്. ഇത് ഓഫ് റോഡ് വന്നിച്ചില്ലേ, സത്യം പറഞ്ഞാൽ എനിക്ക് മര്യാദയ്ക്ക് ഓടിക്കാൻ അറിയാത്തോണ്ടാണ്. മുമ്പിന്ന് പറയേ, കാറ് കാണുന്നില്ല. ഇനി വീഴാൻ ചാൻസ് ഒന്നുമില്ല. അയ്യോ, വീണ്. ഇത്രയും ദൂരം വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടൊരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ വെച്ച് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ഒന്ന് ഗ്രൗണ്ട് കാണിച്ചുതരാം. ഞാൻ ഗ്രൗണ്ട് കാണിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. അവിടെ ഒരു കിണറുണ്ട്. ഇവിടെ പണ്ടൊരു സ്കൂളായിരുന്നു. ആ സ്കൂളിൻ്റെ സ്ഥാനത്താണ് ഇവിടെ ഒരു ഗ്രൗണ്ട് വന്നത്. സ്കൂളിപ്പോൾ ഇവിടുന്ന് മാറി കുറച്ച് ദൂരം, കുറച്ച് അടുത്തായിട്ട് തന്നെ ഒരു സ്ഥലത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏക ഒരു തണൽ എന്ന് പറഞ്ഞ ഈ ഒരു മാവാണ്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. കുറച്ച് വലുത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിൻ്റെ വണ്ടിയുടെ ഓട്ടം ഒന്ന് നോക്കാം. I can feel your heart racing, 'cause everybody knows, yeah, everybody knows. And I can feel your body shaking of every
every single touch. That's just how it goes. That's just how it goes. I find it so hard being addicted to your love. I find it so hard being addicted to your touch. I find it so hard knowing that you are just my drug. And I find it so hard knowing you treated me. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.